ഹായ് എവരിബഡി. ഞാൻ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടില്ല. നല്ല പനി എന്ന് പറഞ്ഞാൽ ഒരു 10-11 മണിക്ക് എഴുന്നേറ്റു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല പനി. ടാബ്ലറ്റും എടുത്തിട്ടില്ല. എനിക്ക് അസിഡിറ്റി ഉണ്ട്. പിന്നെ ടാബ്ലറ്റൊന്നും എടുത്തിട്ടില്ല. കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടൊക്കെ കുടിച്ചു. റെസ്റ്റ് എടുക്കുന്ന നല്ല പനി എന്ന് പറഞ്ഞൊരു വല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യുന്ന പനി. സൗണ്ട് പോയി. കോൾഡില്ല, എന്തോ ഒരു പനി. എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താന്ന് പറയുന്നത്, വിശേഷമൊന്നുമില്ല. ഹാപ്പി, കുഴപ്പമൊന്നുമില്ല. പിന്നെ പനി വന്ന ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്. ഒരു അസുഖം വന്നാൽ ഞാൻ വേറെന്തല്ലോ കാട് ചിന്തിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നല്ല സ്വഭാവമാണ്. പിന്നെ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ ഇനിയിപ്പോൾ മുന്നിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്നാണ് ഭയങ്കര ഇതല്ലോ സംഭവങ്ങൾ നടത്താനുണ്ട്, അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങൾ നേടാനുണ്ട്, അല്ലെങ്കിൽ പക, വിദ്വേഷം, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എന്താ പറയണ്ടത്, ഇങ്ങനെ ആസ് യൂഷ്വൽ സാധാരണ പോലെ പോകുന്നു. പിന്നെ ഏറ്റവും ആഗ്രഹം ഉറങ്ങാനും കിടക്കാനും. ഏറ്റവും ആഗ്രഹം എന്നാണ് വൈദ്യൻ പറഞ്ഞതും രോഗി ഇച്ഛിച്ചതും എല്ലാം ഒന്ന് തന്നെ. ഭയങ്കര ഇഷ്ടമാണ് കിടക്കാൻ. റിലീസായിട്ട് ഇങ്ങനെ കിടക്കണം. പിന്നെ അമ്മ വന്നിട്ട് പോകുന്നില്ലേ എന്ന് വെച്ച് വിളിച്ചുകൂടാ. ആരും കോളിംഗ് ബെല്ലടിച്ചുകൂടാ. പോസ്റ്റ്മാൻ വന്നുകൂടാ. ഒന്നും പറ്റൂല. അങ്ങനെ ഞാൻ കോളിംഗ് ബെല്ലിൻ്റെ ആ ബോക്സ് എടുത്ത് മാറ്റിയ ആളാണ് ഉറങ്ങാൻ. അപ്പോൾ അത്രയും ഉറക്കഭ്രാന്തുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് കിടക്കുകയാണ്. കിടക്കുന്ന കാരണം പനിയാണ്, വേറൊന്നുമല്ല. ഇന്നലെയുണ്ട് പനി. അമ്മക്കുണ്ടായിരുന്നു. അമ്മേൻ്റെത് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് മാറി. പിന്നെ മോനി ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതായിരിക്കാം. മോനി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനിയല്ല, ഒരു വല്യമ്മേൻ്റെ മോനുണ്ട്. ഓൻ പനിയും കൊണ്ട് ഇവിടെ വന്നു. അപ്പം അങ്ങനെ വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മോനല്ല. അപ്പം അവൻ ഇന്നലെ ഇവിടെ പവർ സപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പം നോക്കാൻ വന്നപ്പോൾ എന്നോട് എനിക്ക് പനിയായിരുന്നു. ശരി, അതാണോന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒരുവിധമൊന്നും അങ്ങനെ പനി വരലുമില്ല. വന്നാൽ എന്നെയും കൊണ്ടേ പോവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. വന്നാൽ എന്നെയും കൊണ്ടേ പോവും. വല്ലാത്ത അവസ്ഥയായിട്ടോ പനി. പിന്നെ എൻ്റെ യൂട്യൂബിലെല്ലാം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പനിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മൂടി പൊതച്ചങ്ങ് ഉറങ്ങുകയെന്ന്. അവൾ ജോലി ചെയ്യുന്നുണ്ട്, ബാങ്കിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ കൂളായിട്ട് അങ്ങ് ഉറങ്ങിക്കോന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഉറങ്ങാൻ പറ്റുന്നില്ല, മേലും കൈയും ഭയങ്കര ഒരു കൊളുത്തിപ്പിടുത്തുന്നു. അതെനക്ക് കിട്ടി. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര പ്രയാസം. പിന്നെ രാവിലെ സാരിയെല്ലാം എടുത്ത് വീഡിയോ ചെയ്യുന്നല്ലേ. പിന്നെ എന്നെ റിട്ടേൺ ഒരു കുട്ടികളെ സ്കൂളിലേക്ക് എടുക്കാൻ പോകുന്നൊരു വണ്ടിയുണ്ട്. അദ്ദേഹം 2 ദിവസമായി വിളിക്കുന്നു, വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പിന്നെ പറഞ്ഞു ഇങ്ങനെ പനിയാണെന്ന്. എന്നെ കാണാത്തതുകൊണ്ട്. അപ്പോൾ അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ട്. എന്താന്ന് പറയണ്ടേ, എൻ്റെ ആൾക്കാരൊക്കെ പുറത്താണ്. ഗോൾ അടിക്കണമെങ്കിൽ അപ്പോഴേ അകത്ത് കയറും, ഗ്രൗണ്ടിൽ കയറും. എൻ്റെ കൂടെയുള്ളവരെല്ലാം വെളിയിലാണ്. ആവശ്യം വന്നാൽ ഈ കോലൊന്നും നോക്കല്ലേ, നല്ല പനിയാണ്. അപ്പോൾ ഗോള് പുറകിൽ നിന്നായാലും മുന്നിൽ നിന്നായാലും സെൻറ്ററിൽ നിന്നായാലും അടിക്കേണ്ട ആൾ അടിക്കേണ്ട സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങും. 100% ഉറപ്പാണ്. ജനലും ഓർമ്മ എന്തോ ഒരു വെളിച്ചം. പിന്നെ
അപ്പോൾ എൻ്റെ ആവശ്യമുള്ളവർ എൻ്റെ ആവശ്യം വരുമ്പോൾ ടീം ഗ്രൗണ്ടിൽ ഇറങ്ങും. ഇപ്പം എൻ്റെ ആൾക്കാരെല്ലാം പുറത്താണുള്ളത്. ഗോൾ അടിക്കേണ്ട സമയത്ത് ഇറങ്ങും. ഞാൻ ഒറ്റയ്ക്ക് ബാക്കിലും മുന്നിലും നടുക്ക് നിന്ന് അടിക്കേണ്ട ഗതികേടൊന്നുമില്ല. അടിക്കേണ്ട സമയത്ത് അടിക്കും, ഇറങ്ങും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ കുറേ ആൾ എൻ്റെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ചില സാഡിസ്റ്റുകൾ കളിക്കുന്ന ഗെയിമാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും ഇവൻ്റെ അച്ഛൻ്റെതൊന്നും അല്ലല്ലോ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറേ സാഡിസ്റ്റുകൾ നമുക്കെതിരെ ഉണ്ടാവും. അവരാണല്ലോ നമ്മളെ വിജയം. പിന്നെ നെവർ മൈൻഡ്. അത് എന്താ പറയണ്ടത്, ഇപ്പം ഇപ്പോൾ എന്നെ കാണുന്ന ഒരാൾക്ക് ഞാൻ ക്രിമിനലാന്ന് പറയാം, അല്ലെങ്കിൽ ഞാനൊരു സെക്സ് വർക്കറാന്ന് പറയാം, അല്ലെങ്കിൽ ഞാനൊരു അഹങ്കാരിയാന്ന് പറയാം, കോടീശ്വരിയാന്ന് പറയാം, ബിസിനസ് വുമണാന്ന് പറയാം, യൂട്യൂബറാന്ന് പറയാം. അത് നിങ്ങൾക്ക് സൗകര്യമില്ല പോലെ പറയാം. പിന്നെ പിറകുന്ന മുന്നിന്നും സെൻറ്ററിൽ നിന്നും അടിക്കുന്നവളാന്ന് പറയാം. അതൊക്കെ ഓരോരാളെ കൾച്ചർ പോലെ ഇരിക്കും. അത് നമ്മൾ മൈൻഡാക്കണ്ട. അത് നമ്മൾ ഇതാക്കുക. അതിനാണ് രണ്ട് ചെവി. രണ്ടാരെ പറഞ്ഞില്ല, എന്തിനാ രണ്ട് ചെവി? അത് ഒന്ന് ഇതിൽ കേൾക്കാനും ഒന്ന് ഇതിൽ വിടാനും. അപ്പോൾ കുളിക്കാത്തതുകൊണ്ട് ഈ കോലം. അപ്പം ഗോളടിക്കേണ്ട സമയത്ത് ഗോളടിക്കും, ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങും. പിന്നെ ഈ നമ്മളിപ്പം ഒരാൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടാവും മനസ്സിൽ, അത് അവർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല്, നമ്മളത് മൈൻഡാക്കാറില്ല. ഇനി അങ്ങനെ ഉണ്ടാവും മതി, അത്ര തന്നെ. നമുക്ക് ഇപ്പോൾ വരെയുള്ള അനുഭവം എന്നാന്നോ അത് അക്സെപ്റ്റ് ചെയ്യുക, ഇന്നലെ വരെയുള്ളതെന്നാന്നോ അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നല്ലത് കഴിഞ്ഞ് മോശത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക. അതിൽ കാര്യമൊന്നുമില്ല. അത് അവരെ സംസ്കാരം, അവരെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടുത്ത് അവർ കാണിക്കുന്നത്. അത് അവരെ ഭാര്യ ആയതുകൊണ്ട് അവർ സഹിക്കുന്നുണ്ടാവും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരെയും ഭാര്യയാവാൻ പറ്റുമോ? അത് പറ്റുമല്ലോ. എല്ലാവരും കൂടിയും പോയി കിടന്നിട്ട് കാര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അത് പറ്റുമല്ലോ. ഇവർക്കൊക്കെ കിട്ടിയാൽ നല്ലതാ. കിട്ടാത്ത മുന്തിരിങ്ങ എപ്പം പുളിക്കൂ. ഈ നമുക്കെതിരെ നീങ്ങുന്നവർക്കെല്ലാം എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം ഭയങ്കര വേറെന്തോ ആവശ്യമുണ്ട്, അതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചില ആളെ കാണുമ്പോൾ നമുക്ക് തോന്നും അവരൊന്നും അങ്ങനെ ചിന്തിക്കൂലെന്ന്. പക്ഷേ അവരാണെന്ന് തോന്നും. വേണം, കിട്ടണം, ഇവിടെ ഒരു ദിവസം കിട്ടിയാൽ നല്ലത് തന്നെയെന്നൊക്കെ തോന്നുന്ന ഇവന്മാർക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നും. ഈ പാര വെക്കുന്നവർക്കും ദൂരെ നിന്ന് ചൊറിയുന്നവർക്കുമാണ് എനിക്ക് തോന്നുന്നു. എന്നോടൊക്കെ അങ്ങനെ തോന്നുന്നു എന്നാൽ ഞാൻ വിചാരിക്കുന്നു. വേറെ കാരണമൊന്നും കാണുന്നില്ല. മേലധികാരിക്കായാലും തൊട്ട് താഴെയുള്ള അധികാരിക്കും എല്ലാം ആവശ്യം വേറെയാന്ന് തോന്നുന്നു. എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ മേലധികാരിക്ക് എന്നെ വേണമെന്ന് തോന്നുന്നു. മേലധികാരീൻ്റെ കൂടെ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ മേലധികാരി ആരെയൊന്നും എനിക്കറിയില്ല. ലീഗലി ഒരു മേലധികാരിനെ ഞാനെവിടെയും കണ്ടിട്ടില്ല. അത് വേറൊരു കോമഡി. ഒരു നല്ലൊരു മേലധികാരിനെ ഞാനെവിടെയും കണ്ടിട്ടില്ല. അതായത് ത്രൂ പ്രോപ്പർ ചാനൽ വഴിയുള്ള മേലധികാരിയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ പറയാന്ന് ഞാൻ എന്നെ മേലധികാരിന്ന് ആര് മൈൻഡാക്കാൻ? ആ കാര്യമൊന്നുമില്ല. അപ്പം മേലധികാരിന്ന് ഉപയോഗിച്ചതേ തെറ്റാന്ന്. എനിക്ക് മേലധികാരി ഇല്ല. ആസ് എ സ്റ്റാഫ്, കൂടെ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫിന് വേണമെന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അയാൾ ശല്യം ചെയ്യുന്നു അല്ലേ? നമുക്കെന്താണ്, ഞാനൊരു വീട് കെട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട്. ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വൈദ്യുതി ഉണ്ട്, നല്ല എയറുണ്ട്, അത്യാവശ്യം സാധാരണ ഒരു സൗകര്യം, സാധാ സൗകര്യങ്ങളുണ്ട്, ടി വി ഉണ്ട്, ഫോണുണ്ട്, കാഷ്വൽ ലൈഫ്. പിന്നെ കൂടുതൽ ആഗ്രഹമില്ല, ഒരാഗ്രഹമില്ല. ഇങ്ങനെ അങ്ങ് പോകണം, അത്ര തന്നെ. ഇന്ന പോലെ ചെയ്യുക, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കട്ടകൾ ഫ്രണ്ട്സ് മെസ്സഞ്ചറിലും അതിലൊക്കെ ചോദിക്കുന്ന എവിടെ ഇന്ന് കാണാത്തതുകൊണ്ട് ഇന്നലെയും ഇന്നൊക്കെ പനിയെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ജോയിൻ്റ് എല്ലാം പെയിനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കിടന്നിട്ടുണ്ടായ. കിടക്കുമ്പോൾ ഒരു സുഖം അത്ര തന്നെ. കുറേ നേരം വെയിൽ കൊണ്ടുപോയിട്ട് തണുപ്പ് കൊണ്ട് അങ്ങനെ. അപ്പം വെരി 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 ഹാപ്പി ഡേ, വെരി നൈസ് ഡേ.
താങ്ക് യു സോ മച്ച്. ഒരു പക്ഷേ രാത്രി കാണും, ശരിയായെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ കാണാം.